സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെ പറ്റിയാണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബറായിട്ടുള്ള വയനാടൻ വ്ളോഗറിനെയും അവരുടെ കുടുംബത്തെയും പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താ കാര്യം എന്ന് വെച്ചാൽ അതായത് ഈ വയനാടൻ വ്ളോഗറിന്റെയും ഭാര്യയുടേതുമായിട്ടുള്ള ഒരു വീഡിയോ ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭവത്തിന്റെയൊക്കെ തുടക്കം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. വയനാടൻ വ്ളോഗറും ഭാര്യയും കൂടി വന്നിട്ടുള്ള ലൈവിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ പരാമർശങ്ങൾ എന്താണെന്നും അവരുടെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ അതിന് കമന്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, ഞങ്ങൾ യോജിക്കുന്നു പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അതായത് ഈ വയനാടൻ വ്ളോഗർ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറും അതേപോലെ തന്നെ ഭാര്യയും കൂടി ഇടുന്ന വീഡിയോ, ഞാനിത് രണ്ടുപേരെയും കുറ്റം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ വീഡിയോ അങ്ങനെ പകർത്തി അല്ലെങ്കിൽ ആ വീഡിയോ മോർഫ് ചെയ്തിട്ട ആളുകളെയും ഞാൻ പറയുന്നുണ്ട്. ആ തന്തയ്ക്ക് ഉറക്കാഴി ചെയ്തവന്മാരെയും പിടിച്ചകത്തിടണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നതല്ല. പക്ഷേ ഇതിൽ ഒരു നമ്മുടെ ഇന്നത്തെ കാലത്തെ സമൂഹത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യം കണ്ടു കഴിഞ്ഞാലും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വ്യഗ്രതയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏതൊക്കെ രീതിയിൽ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് അറിയാവുന്ന ഒരു തലമുറയാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. അപ്പോൾ അവർക്ക് മുൻപിൽ കിട്ടുന്നതെല്ലാം അവരൊരു നെഗറ്റീവ്ലി ഒരു സാധനമാക്കി എഡിറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ തല വെട്ടി വേറെ പെൺകുട്ടിയുടെ തല വെച്ചുകൊണ്ട് അതിനെ മോശമായിട്ടുള്ള ഈ ശാരീരിക ബന്ധം നടത്തുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യും. അപ്പോൾ ഈ വയനാടൻ വ്ളോഗറിനും കുടുംബത്തിന് സംഭവിച്ചത് സെയിം ഇഷ്യൂ തന്നെയാണ്. അതായത് ഇവർ രണ്ടുപേരുടെ ഉള്ള ഒരു ഫോട്ടോ ഇവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഈ പറയുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ ആക്കി മാറ്റിയിട്ട് ആ വീഡിയോ ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ അമ്മൂസിന്റെ വീഡിയോ ലീക്കഡെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പല ഗ്രൂപ്പുകളിലും ഒക്കെ വന്നതായിട്ട് ഇവർ ഇതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യം, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേർ ഇത് എഡിറ്റ് ചെയ്തതാണോ പ്രശ്നം ശരിക്കും ഉണ്ടായത്? ഇത് ആരുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വയനാടൻ വ്ളോഗർ എന്ന് പറയുന്ന ആ വ്ളോഗറിന്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്വന്തം ഭാര്യയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് കാശുണ്ടാക്കാൻ ശ്രമിച്ച ഒരു പരിപാടിയിൽ കൂടിയാണ് ഇവർക്ക് ഒരു പണി കിട്ടിയിരിക്കുന്നത് അല്ലേ. സത്യം അത് തന്നെയാണ്. കാരണം ഇവരുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അമ്മൂസ് എന്ന് പറയുന്ന ഇവരുടെ ഭാര്യയുടെ ഓരോ ഫോട്ടോയും, അത് മോശമായിട്ടിരിക്കുന്ന ഫോട്ടോ പോലും അതെടുത്തിട്ട് കവർ പിക്ചർ ആക്കിയിട്ടിട്ടാണ് വീഡിയോ ചെയ്യുക. ഇനി തംബ്നെയിൽ ഇടുമ്പോഴാണെങ്കിലും അത് തന്നെയാണ് തംബ്നെയിൽ ഇടുക. പോസ്റ്റ് ഇട്ടാലോ അതും അങ്ങനത്തെ പോസ്റ്റ്. ഞാൻ പല പോസ്റ്റിനെയും താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കമന്റ് വായിച്ചു നോക്കി വിദഗ്ധർ എന്താ പറയുന്നത് അറിയാനായിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴും അതിലെല്ലാം വരുന്നത് ഈ പണം കിട്ടുമ്പോൾ തുണിയുടെ അളവ് കുറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളുടെയും കമന്റ് ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ അതിൽ കമന്റ് വന്നിരിക്കുന്നതല്ല, ഇവരത് അക്സെപ്റ്റ് ഇവർ നോക്കുന്ന പോലുമില്ല. കമന്റുകളൊക്കെ വരുന്നത് ഇവർക്കൊരു തരത്തിൽ എനിക്ക് തോന്നുന്ന ഒരു റീച്ചാണ്. അതായത് ഇങ്ങനത്തെ ഫോട്ടോ ഇടുമ്പോൾ കൂടുതൽ റീച്ച് കിട്ടും. എന്നാൽ ഇങ്ങനെ ഇടുന്ന ഫോട്ടോ അത് മറ്റു രീതിയിലൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാം എന്ന് അറിഞ്ഞിട്ട് കൂടിയും ഈ ഫോട്ടോ ഇടുന്നത് ആരുടെ തെറ്റാണ്? ആ എഡിറ്റ് ചെയ്ത പിള്ളേരുടെ തെറ്റാണോ? അല്ല, പിള്ളേര് ചെയ്തത് തന്തയില്ലായ്മയും പോകൃതരവും ഒക്കെ തന്നെയാണ്. പക്ഷേ ആ പിള്ളേരെ ഈ രീതിയിലേക്ക് വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് ആരാണ് ഉത്തരവാദി? നിങ്ങൾ തന്നെയല്ലേ ഉത്തരവാദി. പിന്നീട് വന്നിട്ട് കൈയും കരുവിട്ട് അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മൂസിന്റെ വീഡിയോ ലീക്കഡെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കമന്റ് ബോക്സിന് താഴെ എല്ലാം വരുന്നുണ്ട്. ഞാൻ ഇതെടുത്ത് കണ്ടന്റ് ആക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വയനാടൻ വ്ളോഗർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും വയനാടൻ വ്ളോഗറിന്റെ കൾച്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലായതാണല്ലേ. ഇതെല്ലാം അയാൾക്കൊരു കണ്ടന്റ് ആണ്. സ്വന്തം ഭാര്യയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി പ്രചരിപ്പിക്കുന്ന ആളുകളെ പോലും അത് ഒരു കണ്ടന്റായിട്ട് കാണുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, അപ്പോൾ ഇവർ ഈ രീതിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള പിള്ളേർ ഈ രീതിയിൽ വഴിപഴിക്കാതിരിക്കുക? പിള്ളേർ വഴിപഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം നിങ്ങൾ തന്നെയാണ്. എത്രയോ വ്ളോഗർമാരുണ്ട് നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിൽ എത്രയോ വ്ളോഗർമാരുണ്ട്, എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇവരാരും ഫേസ് ചെയ്യാത്തൊരു വിഷയമാണ് ഈ പറയുന്ന വയനാടൻ വ്ളോഗറും അമ്മൂസ് എന്ന് പറയുന്ന വയനാടൻ വ്ളോഗറിന്റെ ഭാര്യയും ഫേസ് ചെയ്യുന്നത്. അതായത് ഇവരുടെ ഫോട്ടോസ് ഒരുപാട് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു, ഇവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം ഇവർ മാത്രമേ ഫേസ് ചെയ്യുന്നുള്ളൂ. എത്രയോ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടല്ലേ. നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെടുന്നത്? ഒരാളെ പോലും കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ ഞാൻ ശ്രദ്ധേയമായിട്ട് ഞാൻ കണ്ടൊരു കാര്യം, അതായത് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇവർ വീഡിയോസ് ഇടുന്നുണ്ട്. ഇവർക്ക് വീഡിയോയും കണ്ടന്റുമാണ് മെയിൻ. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇവർ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇവർ വീണ്ടും ഫോട്ടോയും വീഡിയോയും ചെയ്യുന്നു, തംബ്നെയിൽ വീണ്ടും എഡിറ്റ് ചെയ്തിടുന്നു, അതുപോലെ തന്നെ കവർ ഇമേജ് വീണ്ടും അമ്മൂസിന്റെ ഫോട്ടോ ഇടുന്നു. ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ആളുകൾ അതെടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതാണോ പ്രശ്നം? അല്ലാതെ നിങ്ങളുടെ ഈ പറയുന്ന ഈ ശരീരപ്രകൃതി കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഇടുന്നതോ നിങ്ങളുടെ ഈ ഡ്രസ്സിങ് രീതി ഒന്നും അല്ല തെറ്റ്. ആളുകൾ വിമർശിക്കുന്നതാണല്ലേ തെറ്റ്. അങ്ങനെ വരുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പിള്ളേർ വഴി തെറ്റാനായിട്ട് നിങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും കാരണമായിരിക്കുന്നത് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം ഞാൻ പോലും ആ ഫോട്ടോയും വീഡിയോയും ഓരോന്നും ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴും അതിലെല്ലാം എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ വീഡിയോയിലെല്ലാം കാണിക്കുന്നത്. പിന്നെ പിള്ളേർ എങ്ങനെയാണ് ഇത് വഴി തെറ്റായിരിക്കുക? പിള്ളേർ ആ രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത പരിപാടി പിള്ളേർ ചെയ്താൽ അത് പ്രായമാണോ അല്ലെങ്കിൽ പ്രായം കൂടിയതാണോ കുറഞ്ഞാണോ നോക്കാൻ പാടില്ല.
അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ സാധിക്കണം. ഇത് വയനാട് ബ്ലോഗർ പറയുന്നുണ്ട് 10 വയസ്സിന് താഴെയുള്ള പിള്ളേർ, 8 വയസ്സിന് താഴെയുള്ള പിള്ളേരാണെന്ന്. 8 വയസ്സിന് താഴെയുള്ളതാണെങ്കിലും അവന്മാർക്ക് അറിയാമല്ലോ ഇത് ഇങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവന്മാർക്ക് അറിയാമല്ലോ. അപ്പോൾ അവന്മാർ ചെയ്യുന്ന തെറ്റല്ലേ? അവന്മാർക്ക് അറിവില്ല എന്ന് പറയാൻ പറ്റില്ല. അറിവെല്ലാം ഉള്ള പിള്ളേർ തന്നെയാണ് ഇവന്മാർ. അപ്പോൾ ഇവന്മാർ ചെയ്ത ഈ തന്തയ്ക്ക് പ്രക്കാഴിയേക്കെല്ലാം അത് 8 വയസ്സോ 10 വയസ്സോ ഉള്ളതാണെങ്കിലും പിടിച്ചകത്തിടാൻ തന്നെ സാധിക്കണം. ഇതൊക്കെ ഒരു കണ്ടന്റായിട്ട് മാത്രം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും പ്രശ്നമില്ലെന്ന് ഞാൻ പറയും. അപ്പോൾ അതിനുശേഷം ഇന്നലത്തെ വീഡിയോ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ഇന്ന് ഇവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ പറയുന്നത് ഇവരെ പറ്റി വിമർശിച്ചിട്ടുള്ള ആളുകളെ പറ്റിയും അല്ലെങ്കിൽ ആ പിള്ളേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നതെന്നും പിന്നീട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുക, അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ കുറ്റം പറയാൻ പറ്റില്ല, ഇവർ നല്ലൊരു ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ആയിരിക്കാം. എന്താ വെച്ചാൽ ഇവർ യൂട്യൂബിൽ കൂടി വീഡിയോ ചെയ്തും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ കൂടി വീഡിയോ ചെയ്തും ഇപ്പോൾ 2-3 ബസ്സൊക്കെ ഇവർ എടുത്തിട്ടുണ്ട്. അത് അവരുടെ കഴിവ് തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പാടിലും ഒരുപാട് പ്രയത്നത്തിലും കൂടി തന്നെയാണ് ഇവർ ഈ വണ്ടിയും ഇതെല്ലാം എടുത്തിരിക്കുന്നത്, അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഇവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ എഫേർട്ട് അത്ര നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എഫേർട്ടിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ആ എഫേർട്ടിനിടയിലേക്ക് ഒരു പെണ്ണിൻ്റെ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പെണ്ണ് മോശമായിട്ടുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ ശരീര ഭംഗികൾ ഇങ്ങനെ കാണും, മറ്റുള്ളവരെ ആസ്വദിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് കടിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുന്ന തരത്തിലാണ് വയനാട് ബ്ലോഗർ ഈ ഫോട്ടോയും അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പറയുന്ന ഇഷ്യൂസ് ഫേസ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ എന്താണ് വയനാട് ബ്ലോഗർ ഈ ഒരു വിഷയത്തെ പറ്റി ഇന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞങ്ങൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പൊ ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു 2 ദിവസം കഴിഞ്ഞ്, അതായത് തിങ്കളാഴ്ച ഞങ്ങൾ SP ഓഫീസിൽ പോകുന്നുള്ളത്. ഞങ്ങൾ പോയി, ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. അപ്പോൾ അതിന്റെ കുറച്ച് അപ്ഡേഷൻ അറിയിക്കാന്ന് വിചാരിച്ചു അല്ലേ. ഞങ്ങൾ ഈ ഒരു കേസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒഴിവാക്കാന്ന് വിചാരിച്ചതായിരുന്നു. കാരണം ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം കുട്ടികളായിരുന്നു. ഓക്കെ, അതായത് 15 വയസ്സിന്റെ മേലേക്ക് ഒരാളെ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, മാക്സിമം 20-ന് അപ്പുറം പോലും സൗണ്ട് കേട്ടിട്ടും നമ്മൾ അന്വേഷിച്ച് നമ്മുടെ കൈ കിട്ടിയതെല്ലാം 15 വയസ്സിന്റെ അടിയിലേക്കാണ്. ഒരു കുട്ടിക്ക് എത്ര വയസ്സ്? 8 വയസ്സ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പൊ ഞങ്ങള് വിളിക്കുന്ന സമയത്ത് കുട്ടികൾ പറയുന്ന ഒരു കാര്യം തന്നെ, ചേട്ടാ എന്റെ വീട്ടിലിറങ്ങിയാൽ അമ്മ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, പറയല്ലേ അല്ലെങ്കിൽ കേസാക്കല്ലേ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഫുൾ കാലുപിടി കറച്ചില്. അപ്പൊ ഞങ്ങളത് അങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും 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 ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്നലെ രാത്രി വീണ്ടും കമന്റ് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും കമന്റ്. ഒരുത്തൻ വരിയായിട്ട് എന്താ ആദി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്രയും ലെവലിലാണ് ഇവരുടെയൊക്കെ മൈൻഡ്. കാരണം ഇവരെ നമ്മൾ ഇങ്ങനെ തെരഞ്ഞു ചെല്ലുമ്പോൾ ഓരോ ഗ്രൂപ്പിലെത്തും. ആ ഗ്രൂപ്പിലെത്തുമ്പോൾ അതിലുള്ള ചർച്ചകൾ കണ്ടാൽ ഞെട്ടിപ്പോവും. ഇപ്പത്തെ മക്കള് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങും, എന്നിട്ട് അത് വെച്ചിട്ട് അമ്മയും അച്ഛനും കാണാതെ ഇവര് കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു കുട്ടി 8 വയസ്സുള്ള കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിൽ വയനാട് ബ്ലോഗർ പറയുന്ന ഒരു കാര്യം ഇന്നലെയും പറഞ്ഞ അത് തന്നെയാണ്, ഫോൺ മേടിച്ചു കൊടുക്കുന്ന വീട്ടുകാരെ കുറ്റം പറയുക. അതായത് നിങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ. അതായത് അവനവന്റെ ബെഡ്റൂമിൽ ചെയ്യേണ്ട സ്വകാര്യ നിമിഷങ്ങൾ എടുത്ത് ഈ പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന 100% ആളുകളുണ്ടെങ്കിൽ ആ 100% ആളുകളുടെയും മെന്റാലിറ്റി ഡിഫറെൻ്റ് ആണ്. ഓരോ ആളുകളുടെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെന്റാലിറ്റി ആണ്. അപ്പോൾ ഇവരത് എടുക്കുന്ന രീതി എങ്ങനെയായിരിക്കും? ഒരാൾ അതിനെ ചിലപ്പം ഇത് കൊള്ളാം കേട്ടോ, ഇങ്ങനത്തെ ഡ്രസ്സിങ് ഒക്കെ നല്ലതാണ്. വേറൊരാൾ എടുക്കുന്നത് എന്തായിരിക്കും? ഇവൾ ഇത്രയും നല്ലതാണോ? അപ്പോൾ വേറൊരാൾ എടുക്കാൻ പോകുന്നത് എന്താണ്? ഇങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ആളുകളുടെയും മെൻറ്റാലിറ്റി അല്ലെ, അവരുടെ ഓരോ രീതിയിലുള്ള അവരുടെ ചിന്താഗതികൾ ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻറ്റ് ചിന്താഗതികളെ ഇവർ ഈ രീതിയിലേക്ക് മുതലെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുതലെടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഷെയർ ചെയ്യപ്പെടും, റീച്ച് കിട്ടും, പുതിയ ബസ് എടുക്കാം, പുതിയ കുറേ ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് കാശ് വാരുന്നൊരു പരിപാടിയാണ് വയനാട് ബ്ലോഗർ ഇവിടെ ചെയ്യുന്നത്. ഇത് ഞാൻ അത്ര പേരല്ലെന്ന് പറഞ്ഞാൽ, അല്ലെ വയനാട് ബ്ലോഗർ ഇത് എതിർത്താലും അല്ലെങ്കിൽ ഇതിനെ റിയാക്ട് ചെയ്താലും ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ചെയ്യുന്ന പോക്രിത്തരം തന്നെയാണ്. അതിൻ്റെ പേരിലാണ് ഈ കോൺസിക്വൻസസ് ഒക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എത്രയെത്ര ഇൻഫ്ലുവൻസേഴ്സും എത്രയെത്ര യൂട്യൂബർമാരും ഉള്ളൊരു സമൂഹമാണ് നമ്മളുടേത്. അവരാരും ഇന്നേ വരെ നാളിതുവരെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ അവർ ഇൻവോൾവ് ആയിട്ടില്ല. നിങ്ങൾ മാത്രം വീണ്ടും വീണ്ടും വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളുടെ വൈഫിൻ്റെ അല്ലെങ്കിൽ അമ്മൂസ് എന്ന് പറയുന്ന ആ ചേച്ചിയുടെ ആ ഫോട്ടോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന രീതി, ആ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ആളുകൾ എടുക്കുന്ന രീതി, അത് കമൻറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. ഒരു തവണ കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ കുറേ കമൻറ്റുകൾ വരുമ്പോൾ ഇനി ഇത് ഉണ്ടാവാതിരിക്കട്ടെ, അവർ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം പെണ്ണിനെ മറ്റൊരാൾ കമൻറ്റ് അടിക്കാതെ നോക്കുന്ന ഒരു ആണത്തമുള്ള ഒരുത്തനാണെങ്കിൽ, മൂക്കിന് നേരെ മീശ കണ്ടിട്ട് കാര്യമില്ല, ആണത്തമുള്ള ഒരുത്തനാണെങ്കിൽ
ഇങ്ങനെ വന്നല്ലോ, ഇനി ഇത് വരാൻ പാടില്ല, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് വേറെ നല്ല രീതിയിലുള്ള ഫോട്ടോസ് പിന്നീട് എടുക്കാം എന്ന് വിചാരിക്കണം. പക്ഷേ വയനാടൻ വ്ലോഗർ എന്താ ചെയ്യുന്നത്? വീണ്ടും വീണ്ടും ആളുകളുടെ മനോഗതി ഉയർത്താൻ വേണ്ടി, മനോവികാരം ഉണർത്താൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഫോട്ടോയും വീഡിയോ ഇട്ട് കൊടുക്കും. അപ്പോൾ ആളുകൾ എടുത്തുകൊണ്ട് അതിനെ മറ്റുള്ള രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ ആളുകൾ അതിനെ വേറെ രീതിയിലേക്കൊക്കെ തലത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ വന്നിട്ട് രോഷം കൊണ്ടിട്ടോ അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയെ കുറ്റം പറഞ്ഞിട്ടോ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, പൂർണ്ണമായിട്ടും തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. ഇതിൽ ബാക്കി വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, അതുകൂടെ നമുക്ക് കേട്ട് നോക്കാം. ഞങ്ങൾ ചെയ്യേണ്ട കുറച്ച് ഐഡിയകൾ, അതായത് ഞങ്ങളിപ്പോൾ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഐഡിയകൾ എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട്, അതായത് ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടും ഇതൊന്നും ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യടാ എന്ന് ഉള്ള മൈൻഡിലുള്ള കുറച്ച് കുട്ടികളും കുറച്ച് ആൾക്കാരുണ്ട്, മനസ്സിലായി? അവർക്ക് ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കുറെ സ്പ്രെഡ് ആയത് പല വാട്സപ്പില് ഗ്രൂപ്പുകൾ വഴിയാണ്. ആ ഗ്രൂപ്പുകളിൽ ഏകദേശം ഒരു ഗ്രൂപ്പിൽ തന്നെ 1000 മേലെ മെമ്പേഴ്സ് ആ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആ ഗ്രൂപ്പിന് കൊടുക്കുന്ന ഒരു കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ 18 വയസ്സിന്റെ മുകളിലേക്കുള്ള ആൾക്കാർക്ക് പ്രവേശനമുള്ളത്. പക്ഷെ ഈ ഗ്രൂപ്പ് അഡ്മിന്റെ ഏജ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? 15 വയസ്സ്. മനസ്സിലായില്ല? 15 വയസ്സുള്ള ഒരു ചെക്കനാണ് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ പറയുക, ഇപ്പൊ നിങ്ങൾക്ക് പറയാനൊരു കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ഫോട്ടോയും പോസ്റ്റ് ചെയ്യുക, അത് കണ്ടാണ് കുട്ടികൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ആ ഒരു ഫോട്ടോയിൽ ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞ വലിയൊരു സംഭവം? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് വിചാരിച്ചോ എന്ന് വെച്ചിട്ട് മറ്റുള്ള ഈ പറഞ്ഞ കുട്ടികൾക്കൊക്കെ അത് എടുത്തിട്ട് മോർഫ് ചെയ്യാനും അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യാനും ഇങ്ങനെയുള്ള വീഡിയോ കാണാനുള്ള ഒരു ലൈസൻസ് ആണോ അത്? ഉവൈസ്, എടാ മോനെ ഉവൈസേ, എന്റെ പൊന്നു വയനാടൻ വ്ലോഗറെ, നിനക്ക് ഇത്രയും വിവരമില്ലാത്തവനായി പോയോ? നിനക്ക് ഷർട്ടിടാതെ നീ തുണിയിടാതെ നിൽക്കുന്ന അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. സ്വന്തം ഭാര്യയുടെ ഫോട്ടോ മറ്റുള്ള രീതിയിലേക്ക് വീഡിയോ ആയിട്ട് പ്രചരിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചപ്പോൾ അതിനെപ്പറ്റിയുള്ള വിഷയത്തിലാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. അപ്പോഴും വയനാടൻ വ്ലോഗർ പറയുന്നത് ഞാൻ ഉടുപ്പിടാതിരിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് ഓക്കെ ആവുന്നതല്ലേ ഞങ്ങൾ ഇടുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആവുന്നതൊക്കെ നിങ്ങൾ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എന്നെ 90സോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ പറയാം, അപ്പച്ചന്മാരുടെ ചിന്താഗതി എന്നൊക്കെ പറയാം, എന്ത് തന്നെയാണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും. നിങ്ങൾക്കിടാനുള്ളത് ഓരോരുത്തരുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിൽ വന്നുകൊണ്ടൊരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇടുന്നത് എവിടെ ഇട്ടുകൊണ്ട് നടന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട സ്വകാര്യ നിമിഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉമ്മ കൊടുക്കുന്നു, റൊമാൻറ്റിക് ആവുന്നു, നിങ്ങൾ ഉടുപ്പില്ലാതെ കിടക്കുന്നു, നിങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, ഇങ്ങനെയുള്ള പരിപാടികൾ ഇടാനുള്ളൊരു സ്ഥലമാണോ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ നിങ്ങളുടെ തോട്ട്സ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണല്ലേ, നിങ്ങളുടെ റിയാക്ഷൻസും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനുള്ളതാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ ഈ പറയുന്ന ഇമോഷൻസും ഈ പറയുന്ന റൊമാൻസും ഒക്കെ പങ്കുവെക്കുമ്പോൾ അത് മറ്റുള്ള തലത്തിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് മുൻപേ നിങ്ങൾക്കറിയാം. മുൻപ് നിങ്ങൾ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കമൻറ്റുകൾ പോലും നിങ്ങൾക്ക് വായിച്ച്, സാധാരണ എനിക്ക് വായിക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നും, ഇനി ഇങ്ങനെ ഞാനാണെങ്കിൽ ഞാൻ ഇടില്ല. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ടും വീണ്ടും വീണ്ടും ഈ കമൻറ്റുകൾ കണ്ടിട്ടും അല്ലെങ്കിൽ ഇതിലൊരു ആസ്വാദനം നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഫോട്ടോയും വീഡിയോയും പങ്കുവെക്കുമ്പോൾ കുറേ കൂടി റീച്ച് കിട്ടും, അത് വേറൊരു കാര്യം. അങ്ങനെ കിട്ടുമ്പോൾ അതിൽ കൂടി കുറച്ച് കാശ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതും. അപ്പോൾ ഇതിൽ കൂടി കാശുണ്ടാക്കി അതിൽ കൂടി കുറച്ച് വരുമാനം ഉണ്ടാക്കുമ്പോൾ കുറച്ച് റീച്ചും കിട്ടും. പിന്നീട് വരുന്ന പ്രശ്നങ്ങളെ കേസായിട്ട് നമുക്ക് ഫേസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഇപ്പോഴും ഇതിൻ്റെ കോൺസിക്വൻസസ് ഈ വയനാടൻ വ്ലോഗർ എന്ന് പറയുന്ന വ്ലോഗറിന് മനസ്സിലായിട്ടില്ല. പിള്ളേർ കുറ്റക്കാരല്ലെന്നല്ല, പിള്ളേർ വഴി പഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ പിള്ളേർ അങ്ങനെ കാണിച്ചിട്ടുള്ളതിന് ഈ മുഖം നോക്കാതെ പ്രായം നോക്കാതെ നടപടി എടുക്കുക തന്നെ വേണം. അവർ പോയി തൂങ്ങിയാലോ ചത്താലോ ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ പരിപാടികൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീത്വത്തിനെയാണ് അവന്മാർ അളക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് ഒരു വിള്ളൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ ആ രീതിയിൽ തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഈ പരിപാടി നിങ്ങൾ വീട്ടിൽ കാണിക്കേണ്ടത് വീട്ടിലും ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലും കാണിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ, അല്ലാതെ യാതൊരുവിധ പ്രശ്നവും നിങ്ങളുടെ കാര്യത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് റീച്ചാണ്, കുറച്ച് പണമാണ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പരിപാടിയും കാണിക്കും. സ്വന്തം ഭാര്യയോ ആരെ വേണം നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി കാണിക്കും, അത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നതും. ഇത് ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എത്ര പേര് അതിനെ അംഗീകരിക്കും? ഞാൻ കഴിഞ്ഞ ദിവസത്തിരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞത്. അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പല ആളുകളും പറഞ്ഞു. ഞാൻ ഇവരോട് വിരോധമുള്ളതുകൊണ്ട് പറയുന്നതല്ല, ഇവർ ഇൻഫ്ലുവൻസേഴ്സാണ്. ഞാനും ആ രീതിയിലേക്ക് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. ആ ഉയർച്ച കണ്ടിട്ട് അസൂയപ്പെടുന്നതേ അല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥലങ്ങളിലാണ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാം ചെയ്തുകൊണ്ട് കാശ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെൻറ്റാലിറ്റി അതത്ര നല്ലതല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വരാൻ പോകുന്ന കോൺസിക്വൻസസ് അല്ലെ വിപത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് മനസ്സിലാക്കി തരുന്ന ഒരു വിഷയമാണ് ഈ വയനാടൻ വ്ലോഗറിന് സംഭവിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു വയനാടൻ വ്ലോഗറിന് മാത്രം സംഭവിച്ചിരിക്കുന്ന വിഷയമല്ല, നമ്മുടെ സമൂഹത്തിൽ ഈ പരിപാടികൾ കാണിക്കുന്ന പലർക്കും സംഭവിക്കാൻ പോകുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇതൊരു പ്രിക്കോഷനായിട്ട് എടുത്തുകൊണ്ട്, ഒരു സേഫ്റ്റി പ്രിക്കോഷനായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ
സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ കുറച്ച് ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തുതന്നെയാണെങ്കിലും വയനാടൻ വ്ളോഗർ വീണ്ടും ഇത് തന്നെ ചെയ്യും. കാരണം ഈ കഴിഞ്ഞ ദിവസം ഇരിക്കുന്ന വീഡിയോയിലെല്ലാം ഈ പരിപാടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരത് നിർത്താൻ പോകുന്നില്ല. അപ്പോൾ ഇവരിത് നിർത്താത്തിടത്തോളം കാലം ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു പ്രത്യേകതരമായിട്ടുള്ള കാര്യം തന്നെ. ഇവരുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും തെറിയഭിഷേകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് മനസ്സിലാക്കി സ്വന്തം ഭാര്യയെ പ്രദർശിപ്പിക്കുകയാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അതല്ല വീഡിയോ ചെയ്ത് ആളുകളിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എന്തായാലും ഈ തന്തയ്ക്ക് പ്രകാരം കാണിച്ചവന്മാരെ എല്ലാം നിയമത്തിന് മുൻപിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.